म्यूजिक धमाका। Only on Radio Media Village. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഇനി പാടാനെത്തുന്നത് പ്രതിഭ എസ് പ്രസാദ്. പ്രതിഭനെ സ്വാഗതം ചെയ്യുന്നു. Only on Radio Media Village. നമസ്കാരം പ്രതിഭ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പ്രതിഭ എവിടുന്നാ വരുന്നത്? ചൂനാട്, മാവേലിക്കര. മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 2 റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പം എന്ത് തോന്നുന്നു ഇപ്പോ സെമി ഫൈനൽ റൗണ്ടിലേക്ക് വന്നിരിക്കുമ്പോൾ? സന്തോഷമുണ്ട്. സോ എന്തായാലും 2 റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ജഡ്ജ്മെന്റ് സർ പ്രതിഭ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതിഭയുടെ പാട്ടുകൾ കേൾക്കാം. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? ചഞ്ചല ദ്രുതപദ താളം. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. ഓക്കെ. ചഞ്ചല ദ്രുതപദ താളം സുഹൃത താളം. ചഞ്ചല ദ്രുതപദ താളം സുഹൃത താളം. ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി എവിടെ പൊന്നഴകിനു മഴകാം മാധവമേ നിൻ കുമ്പിളിൽ നിറയും സ്വരമെവിടെ താം തനനന തനനൻ മൃദല ചിതികളുടെ ചഞ്ചല ദ്രുതപദ താളം സുഹൃത താളം. ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. ഇവിടെ വിടരുമോ പ്രണയമദലരി മദന പല്ലവമല്ലോ. ഇവിടെ ഒഴുകുമീ മൃദുല ലഹരിയിൽ ആത്മമഞ്ജരിയല്ലോ. ഇവിടെ നിറയും ജീവരാഗം പൊൻകിനാവിൻ പുളകമല്ലോ. നിറപറ നിറയെ ശ്രീ നിറയുകയായി മംഗളമേളമിതാ മണിപവരി നിസരി മപ ചഞ്ചല ദ്രുതപദ താളം സുഹൃത താളം. ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. ഇനിയും ഉണരുമോ പ്രമദവനികയിൽ പോയി മറഞ്ഞ വസന്തം. ഇനിയും ഉണരുമോ ഹൃദയധമനിയിൽ ലളിത പഞ്ചമ
ചണുതക ചഞ്ചല ദ്രുത പദതാളം സുഹൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി എവിടെ പൊന്നഴകിനു മഴകാമാധവമേ നിൻ കുമ്പിളിൽ നിറയും സ്വരമെവിടെ താം തനനന തനനന ത്രിതല ചെതികളോട് ചഞ്ചല ദ്രുത പദതാളം സുഹൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം പ്രതിഭ ഭയങ്കര ടെൻഷനാണോ? അതെ. എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ജഡ്ജസിനെ കണ്ടിട്ടാ? ജഡ്ജസിനെ കണ്ടിട്ട് ആപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കാന്ന് അവര് പറഞ്ഞു. അവർ ആപ്പാടെ പാവങ്ങള്. എന്തായാലും 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6-ൽ ഇപ്പോൾ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പ്രതിഭയാണ് പാട്ട് പാടി കഴിഞ്ഞത്. പ്രതിഭ മാവേലിക്കരയെന്നാണ് വരുന്നത്. അത് നമുക്ക് ആന്റണി സാറിലേക്ക് പോകാം. സാർ, എന്തൊക്കെയാണ് പറയാനായിട്ടുള്ളത്? ഹലോ, ജോബി സാർ പറഞ്ഞ പോലെ പ്രതിഭ ടെൻസ്ഡാണ്. ഓ എന്തിനാ? അയ്യോടാ, സാറിന്റെ ചിരി കണ്ടിട്ടാണോ കൂടുതലും? എപ്പോഴും ചിരിച്ചത്. അതെ, ഫുൾ ടൈം ചിരിയാ. അത് തന്നെ, എപ്പോഴും പാവങ്ങളായിട്ടുള്ള രണ്ട് മ്യൂസിക് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ ഈ വളരെ വലിയൊരു ലാൻഡ് മാവേലിക്കര എന്നൊക്കെ പറയുന്നത് വലിയ മ്യൂസിക് ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രതിഭകളൊക്കെ ഉള്ള മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറും ഒക്കെ അല്ലേ, വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നല്ലൊരു പ്രദേശത്തു നിന്നാണ്, സംഗീതത്തിൻ്റെ നല്ല ടച്ചുള്ളൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത്. ഈ പാട്ട് പൊതുവെ ചിത്ര ചേച്ചി പാടിയ പാട്ടല്ലേ? യെസ്. ഇതിൻ്റെ സംഗീത സംവിധാനമൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയൊക്കെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആരാണ്, ഇതിൻ്റെ രചന ആരാണ്, ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അതൊക്കെ നല്ലതായിരിക്കും. കൈതപ്പുറത്തിൻ്റെ രചനയിലെ മോഹൻ സിത്താര സാർ സംഗീതം ചെയ്ത മനോഹരമായ ഒരു ഗാനമാണ്. ഈ പാട്ടെടുത്ത് ആദ്യം തന്നെ കൺഗ്രാലേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. കൺഗ്രാലേഷൻ. പിന്നെ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് എല്ലായിടത്തും ഒരു ചെറിയ ചെറിയ ശ്രുതി അങ്ങോട്ട് എത്തുന്നില്ല അങ്ങോട്ട്, അല്ല സാറേ? അത് പിന്നെ ഫസ്റ്റ് ഹമ്മിങ്ങിൻ്റെ അവിടെയും പല സ്ഥലങ്ങളിൽ ലാൻഡിങ് നോട്ടില്ലേ വന്ന് നിൽക്കുന്ന ശ്രുതി ഒന്ന് ചേരാഴിക പോലെ തോന്നുന്നുണ്ട്. മൊത്തത്തിൽ പാട്ട് നന്നായിരുന്നു, പക്ഷേ ഇവിടേക്കോ ഫ്ലാറ്റ് നോട്ട്സ് ആണ്. മീൻസ് അങ്ങോട്ട് കയറുന്നില്ല കറക്റ്റ് ശ്രുതിയിലേക്ക്. ഇപ്പോൾ സി എന്നുള്ള നോട്ടാണ്, അല്ലെ ഡി എന്നുള്ള നോട്ടാണ്, സിയിലേക്ക് വരാതെ ബി ഫ്ലാറ്റിലേക്ക് വരും എന്ന് പറയും. മനസ്സിലായല്ലോ? ഒന്നാം ഘട്ട ശ്രുതിയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഒന്നിൽ തന്നെ നോട്ട് എത്തുക. അതിന് പകരം നമ്മുടെ പാടുന്ന ലാൻഡിങ് നോട്ട് ഒന്നിന് പകരം അതിൻ്റെ നമുക്കറിയാമല്ലോ 7 എന്ന നോട്ടുണ്ട്, ബി ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയാണ് ബി ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെ താഴോട്ട് പോവാണ്. അപ്പോൾ അവിടെ ആ നോട്ടിലേക്ക്, ആ ഒരു ശ്രുതിയിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. നല്ലൊരു സിംഗറാണ് സാറ്. നല്ലൊരു മ്യൂസിക് ട്രെയിനറാണ്. അപ്പോൾ മ്യൂസിക്കിന് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് സാറിന് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ നോട്ട്സ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ല സിംഗറായിട്ട്, ഭാവിയിൽ നല്ലൊരു സിംഗറായിട്ട് മാറാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സാർ. ഇനി അടുത്ത ഇയറിലേക്ക് ജിജോ സാർ. പ്രതിഭ അല്ലേ? പ്രതിഭ വളരെ നന്നായിട്ട് പാടി, നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ചെറിയ വേറെ സാറ് പറഞ്ഞൊക്കെ ഉണ്ട്, ശ്രുതി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എനിക്കൊന്ന് ഉച്ചാരണ ശുദ്ധി, നമ്മൾ അക്ഷരങ്ങളൊന്ന് എനിക്ക് തോന്നുന്നു അനുപല്ലവി ചരണമൊക്കെ വളരെ കുനുകുനുകുനാന്നുള്ള വരികളാണ്, എങ്കിലും അതിൻ്റെ ഉച്ചാരണ ശുദ്ധി ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇച്ചിരി ക്ലാരിറ്റി നമുക്ക് പാട്ടുകൾ അപ്പം ഇച്ചിരി നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ അല്ലാതെ ഇച്ചിരി ശ്രദ്ധിച്ച് പാടാൻ ശ്രമിച്ചാൽ, വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്തായാലും പ്രതിഭ പ്രൊഫഷണലി പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലേ? സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഇതിങ്ങനെ ഈ ജയത്രയാത്ര ഇങ്ങനെ തന്നെ നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.